മാസങ്ങളായി അന്താരാഷ്ട്ര സമൂഹത്തെ കടുത്ത ആശങ്കയിലാഴ്ത്തിയ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് താൽക്കാലിക ശമനമേകിക്കൊണ്ട് US-ഇറാൻ ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നതായി സൂചന. പുതിയ സമാധാന ഉടമ്പടിയുടെ ഭാഗമായി തങ്ങളുടെ പക്കലുള്ള ഉയർന്ന അളവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ഇറാൻ തത്വത്തിൽ സമ്മതിച്ചതായി മുൻനിര അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഈ വാർത്തകളെ പാടെ തള്ളിക്കൊണ്ട് ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ രംഗത്തെത്തിയത് പുതിയ ആശയക്കുഴപ്പങ്ങൾക്ക് വഴി തെളിച്ചിട്ടുണ്ട്. അമേരിക്ക, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുമായി മാസങ്ങളായി തുടരുന്ന സൈനിക സംഘർഷങ്ങൾക്കും ആഗോള സാമ്പത്തിക മേഖലയെ ഉലച്ച ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത പ്രതിസന്ധിക്കും ശാശ്വത പരിഹാരം കാണാനുള്ള വലിയൊരു നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് ഈ ധാരണയെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒന്നിലധികം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ അളവിലുള്ള ഉയർന്ന സമ്പുഷ്ട യുറേനിയം നിലവിൽ ഇറാന്റെ പക്കലുണ്ടെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗവും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും വിശ്വസിക്കുന്നത്. ഈ ശേഖരം പൂർണ്ണമായി നീക്കം ചെയ്യാതെ യാതൊരുവിധ സമാധാന ചർച്ചകൾക്കുമില്ലെന്ന കർശന നിലപാടിലായിരുന്നു വാഷിംഗ്ടൺ. രണ്ട് മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം തങ്ങളുടെ യുറേനിയം ശേഖരം രാജ്യാന്തര മേൽനോട്ടത്തിൽ കൈമാറാൻ ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഈ യുറേനിയം ഏത് രാജ്യത്തേക്കാണ് മാറ്റുക, അത് എപ്രകാരം കൈകാര്യം ചെയ്യും തുടങ്ങിയ സാങ്കേതികവും തന്ത്രപരവുമായ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കുന്ന ഉന്നതതല ചർച്ചകളിൽ മാത്രമേ തീരുമാനിക്കപ്പെടുകയുള്ളൂ. വാർത്തകൾ പ്രകാരം ഈ വിഷയത്തിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ നിർത്തിവെച്ചിരിക്കുന്ന സൈനിക നടപടികൾ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി പുനരാരംഭിക്കുമെന്ന ശക്തമായ താക്കീത് US ഇറാന് നൽകിയിരുന്നു. ഈ സമ്മർദ്ദ തന്ത്രമാണ് ഇറാന്റെ നിലപാട് മാറ്റത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. ഡൊണാൾഡ് ട്രംപ് തന്റെ വിദേശ നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി ഇറാന്റെ ആണവായുധ മോഹങ്ങളെ തടയുക എന്നതിനെ എപ്പോഴും ഉയർത്തിക്കാട്ടിയിരുന്നു. US-ഇറാൻ ചർച്ചകൾ വിജയകരമായ ഒരു വഴിത്തിരിവിലേക്ക് അടുക്കുന്നതിനിടെ ട്വിറ്ററിന് പകരമായി താൻ രൂപീകരിച്ച ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തി. ഇറാനുമായുള്ള സമാധാന കരാർ ഏതാണ്ട് അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും നിലവിൽ ഇരു രാജ്യങ്ങളിലെയും ഉന്നത പ്രതിനിധികൾ ഇതിന്റെ അവസാനഘട്ട വിശദാംശങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് കുറിച്ചു. ഈ ചരിത്രപരമായ ഉടമ്പടി യാഥാർത്ഥ്യമാകുന്നതോടെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ മൂലം ആഗോളതലത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെടുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പുതിയ ഉടമ്പടി പ്രകാരം തങ്ങൾ ഇനി ഒരിക്കലും ആണവായുധങ്ങൾ വികസിപ്പിക്കില്ലെന്ന കർശനമായ പ്രതിജ്ഞാബദ്ധത ഇറാൻ ഉറപ്പു നൽകുമെന്നും യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തിവെച്ച് ഉയർന്ന അളവിലുള്ള യുറേനിയം ശേഖരം രാജ്യാന്തര മേൽനോട്ടത്തിൽ നീക്കം ചെയ്യാൻ അവർ തയ്യാറാകുമെന്നും അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സും സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ സമാധാന ഉടമ്പടി പെട്ടെന്നൊരു ദിവസം നടപ്പാക്കുന്നതിന് പകരം 3 കൃത്യമായ ഘട്ടങ്ങളിലായി പൂർത്തിയാക്കാനാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിരിക്കുന്നത്. മേഖലയിൽ നിലവിലുള്ള സൈനിക നീക്കങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുക എന്നതാണ് ഇതിലെ 1ാം ഘട്ടം. തുടർന്ന് 2ാം ഘട്ടത്തിൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് തുറന്ന് കപ്പലുകൾക്ക് സുരക്ഷിതമായ പാതയൊരുക്കും. അവസാന ഘട്ടമായി 30 ദിവസത്തെ പ്രത്യേക ചർച്ചാ സമയ പരിധിക്കുള്ളിൽ യുറേനിയം കൈമാറ്റത്തിന്റെ അന്തിമ കരാർ ഒപ്പിട്ട് ആണവ ചർച്ചകൾക്ക് അന്തിമ രൂപം നൽകും. നിലവിൽ ഏകദേശം 60 ദിവസത്തെ വെടിനിർത്തൽ നീട്ടി നൽകാനാണ് നീക്കമെന്നും ഈ കാലയളവിൽ ഹോർമുസ് കടലിടുക്ക് വഴി ഇറാന് തങ്ങളുടെ എണ്ണ അന്താരാഷ്ട്ര വിപണിയിൽ സ്വതന്ത്രമായി വിൽക്കാനുള്ള അനുമതി തിരികെ ലഭിക്കുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പകരമായി ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള കർശനമായ പരിശോധനകൾ തുടരാൻ അന്താരാഷ്ട്ര ഏജൻസികൾക്ക് അനുവാദമുണ്ടാകും. കൂടാതെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളുടെ ഷട്ടിൽ ഡിപ്ലോമസി വഴിയുള്ള മധ്യസ്ഥ ശ്രമങ്ങളും ഈ വലിയ വഴിത്തിരിവിന് കാരണമായതായി വിലയിരുത്തപ്പെടുന്നു. അമേരിക്കൻ മാധ്യമങ്ങളും റോയിട്ടേഴ്സ് പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികളും ഈ വാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ കടുത്ത നിഷേധവുമായി ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ രംഗത്തെത്തുകയായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ US ഉദ്യോഗസ്ഥരുടെയും അവകാശവാദങ്ങൾ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഫാർസ് വ്യക്തമാക്കിയപ്പോൾ യുറേനിയം ശേഖരം രാജ്യാന്തര സമൂഹത്തിന് കൈമാറാമെന്ന വാർത്തകളെ മറ്റൊരു പ്രമുഖ മാധ്യമമായി തസ്നീം ന്യൂസ് ഏജൻസിയും പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെയും US ഉദ്യോഗസ്ഥരുടെയും അവകാശവാദങ്ങൾ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഫാർസ് വ്യക്തമാക്കിയപ്പോൾ യുറേനിയം ശേഖരം രാജ്യാന്തര സമൂഹത്തിന് കൈമാറാമെന്ന വാർത്തകളെ മറ്റൊരു പ്രമുഖ മാധ്യമമായ തസ്നീം ന്യൂസ് ഏജൻസിയും പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു. തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റങ്ങളെ രാജ്യം ശക്തമായി പ്രതിരോധിക്കുമെന്നും ആണവ പദ്ധതികൾ സമാധാന
സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന മുൻ നിലപാടിൽ മാറ്റമില്ലെന്നുമാണ് ടെഹ്റാന്റെ ഭാഗത്തു നിന്നുള്ള അനൌദ്യോഗിക പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത്തരം വിട്ടുവീഴ്ചകൾ ആഭ്യന്തരമായി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയേക്കാവുന്ന കടുത്ത രാഷ്ട്രീയ തിരിച്ചടികൾ ഭയന്നാണ് ഇറാൻ ഇപ്പോൾ ഈ വാർത്തകൾ നിഷേധിക്കുന്നതെന്നാണ് ആഗോള പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്തുതന്നെയായാലും വരും ദിവസങ്ങളിൽ UN പൊതുസഭയിലോ വിയന്നയിലോ വെച്ച് നടക്കുന്ന ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷമേ ഈ സമാധാന കരാറിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ എന്നതിനാൽ പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ അതോ ചരിത്രപരമായ ഒരു സമാധാന ഉടമ്പടിക്ക് സാക്ഷ്യം വഹിക്കുമോ എന്ന് കടുത്ത ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ. US ഇറാൻ ആണവ ചർച്ചകൾ ചരിത്രപരമായ ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുമ്പോൾ പശ്ചിമേഷ്യയിൽ നീണ്ടുനിന്ന സംഘർഷങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരത്തിനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ വിദേശനയ വിജയങ്ങളുടെയും രാജ്യാന്തര മധ്യസ്ഥ ശ്രമങ്ങളുടെയും ഫലമായി രൂപപ്പെട്ട ഈ 3 ഘട്ടങ്ങളായുള്ള സമാധാന പദ്ധതിയും 60 ദിവസത്തെ വെടിനിർത്തലും ആഗോള സാമ്പത്തിക രംഗത്തിനും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിനും വലിയ ആശ്വാസം നൽകുന്നവയാണ്. എന്നിരുന്നാലും ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഭയന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ ഈ വാർത്തകളെ പൂർണ്ണമായി നിഷേധിക്കുന്നത് കരാറിന്റെ സുഗമമായ നടത്തിപ്പിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിർത്തുന്നു. വരും ദിവസങ്ങളിൽ UN പൊതുസഭയിലോ വിയന്നയിലോ വെച്ച് നടക്കുന്ന ഉന്നതതല ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷമേ ഈ സമാധാന ഉടമ്പടിയുടെ യഥാർത്ഥ ഭാവി വ്യക്തമാവുകയുള്ളൂ. പശ്ചിമേഷ്യ വീണ്ടും ഒരു കടുത്ത യുദ്ധത്തിലേക്ക് നീങ്ങുമോ അതോ ചരിത്രപരമായ സമാധാനത്തിലേക്ക് ചുവടുവെക്കുമോ എന്ന് ലോകരാജ്യങ്ങൾ ഇപ്പോൾ കടുത്ത ജാഗ്രതയോടെയാണ് ഉറ്റുനോക്കുന്നത്.